റഷ്യയുടെ വടക്കൻ പസഫിക് മേഖലയിലെ അതിശക്തമായ ഭൂകമ്പം ഇന്ന് രാവിലെ 6:57 ഇതിന്റെ ഭൂകമ്പത്തെ തുടർന്ന് തിരമാലകൾ 40 മീറ്റർ ഉയരത്തിലെ ഹവായി ഐലൻഡിലും അതുപോലെ ജപ്പാനിലും അലാസ്കയിലും അമേരിക്കയിലെ അലാസ്കയിലും ഉണ്ടാകും. അവിടെ നിന്നുള്ള ആൾക്കാരെ ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 40 അടി ഉയരത്തിൽ തിരമാല വന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാവും. 8.8 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം 2011 ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പങ്ങളിൽ ഒന്നാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം 1952 9.1 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴ് ഇതിന്റെ അലയൊലികൾ ജപ്പാനിലും ഹവായിലും അമേരിക്കയുടെ അലാസ്കയിലും ഉടനുണ്ടാകും. സുനാമി മുന്നറിയിപ്പ് എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. 40 മീറ്റർ ഉയരത്തിലെ ജപ്പാനിലെ തിരമാല ആഞ്ഞടിച്ചു കഴിഞ്ഞു. അവിടെ എല്ലാവരെയും എവാക്വേറ്റ് ചെയ്തു. ജപ്പാനിലെ ഫുകുഷിമ ആണവ നിലയം അവിടുത്തെ മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിച്ചു കഴിഞ്ഞു. റഷ്യയുടെ കാംചട്ട് ഉപദ്വീപിന്റെ കെട്ടിടത്തിന് ധാരാളം കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞു. 1,80,000 പേർ താമസിക്കുന്ന പെട്രോ പൗലോസ്ക എന്ന റഷ്യയുടെ മേഖലയിലാണ് ഇത് ആഞ്ഞടിച്ചിരിക്കുന്നത്. ഹോണോലുലുവിലൊക്കെ ടൂറിസ്റ്റുകളെല്ലാം ഒഴിഞ്ഞുപോയി. അവരെല്ലാം ഉയർന്ന സ്ഥലങ്ങളിലും മലയിലൊക്കെ കയറിപ്പറ്റിക്കഴിഞ്ഞു. ഇത് ലോകത്തിലെ ഈ സംഭവം നമുക്ക് നേരത്തെ സുനാമിയുടെ ഒരു അനുഭവം കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. റഷ്യയുടെ ഉപദ്വീപായ കാംചട്ക ഉപദ്വീപിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് നിന്ന് 119 കിലോമീറ്റർ പസഫിക് സമുദ്രത്തിൽ മാറി ബുധനാഴ്ച വെളുപ്പിനെയാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. ഇത് 125 കിലോമീറ്റർ ആഴത്തിലാണ് ഈ എർത്ത് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ 80 മൈൽ ആഴത്തിലാണ് ഈ എർത്ത് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഇത് 2010 ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഭൂകമ്പം തന്നെയാണ്. ഇത് നമ്മൾ ഇന്ത്യയിലെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളൊക്കെ നമ്മൾ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും UP-യിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ജപ്പാനിൽ ഉടനീളം ഈ ഭൂകമ്പത്തിന് കാരണം 9 ലക്ഷം പേരെ അവർ ഇതിനകം ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം 133 മുനിസിപ്പാലിറ്റിയിലെ ആളുകളെ അവർ ഒഴിപ്പിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. കാനഡയിലും ഇന്തോനേഷ്യയിലും ഹവായിലും അതുപോലെ US-ലെ കാലിഫോർണിയയിലും ജപ്പാനിലും എല്ലാം ഈ എർത്ത് ഫലം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 133 മുനിസിപ്പാലിറ്റിയാണ് ആളുകളെ ഒഴിപ്പിച്ച ജപ്പാനിൽ. അത് ജപ്പാനിലെ ഒക്കിനാവ മുതൽ ഹൈക്കൈഡോ എന്ന സ്ഥലം വരെയുള്ള 133 മുനിസിപ്പാലിറ്റി ജനങ്ങൾ ഒഴിഞ്ഞുപോയി. ഈ ഒരു സംഭവം നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു പാഠമായി വെക്കേണ്ടതാണ്. ഇതിന്റെ 40 മീറ്റർ ഉയരത്തിലെ തിരമാലകൾ വന്ന് ആ തീരത്തോടുള്ള ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയൊക്കെ മൂടിപ്പോയി. പക്ഷേ അതിന്റെ അലയൊഴികൾ പസഫിക് സമുദ്രത്തിൽ കൂടെ അമേരിക്കയിലും അലാസ്കയിലും അതുപോലെ കാനഡയിലും ഒക്കെ ഉണ്ടായി എന്നാണ് വാർത്തകൾ വരുന്നത്. ജപ്പാനിലെ പൊതുവെ അവിടുത്തെ ആണവ നിലയങ്ങളെല്ലാം ഈ കൂടെ അവിടെ സാധാരണഗതിയിലെ എർത്ത് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന സ്ഥലത്താണ് ഈ ആണവ നിലയങ്ങൾ പണിതിരിക്കുന്നതെങ്കിലും 8.8 റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ എർത്ത് അവിടുത്തെ ആണവ നിലയങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1952 ഈ രീതിയിലുള്ള ഏറ്റവും വലിയ ഒരു എർത്ത് ലോകം കണ്ടിരിക്കുന്നത്. ഏതായാലും കാട്ചട്കയിൽ നിന്ന് 119 കിലോമീറ്റർ അകലെ 80 മൈൽ ആഴത്തിലാണ് ഇതുണ്ടായത്. എന്നിട്ടും അതിന്റെ അലയൊലികൾ വരുന്നത് കണ്ടല്ലോ നമ്മൾ. അതുകൊണ്ട് കൂടെ ഉണ്ടാകുന്ന എർത്തേറ്റുകൾ ഭൂമിയുടെ ഉള്ളിൽ എന്തോ കാര്യമായ തകരാറ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അടുത്ത ദിവസം നമ്മൾ കണ്ടു ഡൽഹിയിലെ ഒരു
മൈൽഡ് ആയിട്ടുള്ള 4.5 വരെയുള്ള ഒരു എർത്തേക്ക് ഉണ്ടായി. സാധാരണ ഇത് ഡൽഹിയിലെ കഴിഞ്ഞ കുറേ 1-2 വർഷങ്ങളായിട്ട് 3.3, 2.7 ഇങ്ങനെയൊക്കെയുള്ള എർത്തേക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെങ്കിലും ഹിമാലയത്തിന്റെ താഴെയാണെന്നൊക്കെ പറയുന്നെങ്കിലും അതിന്റെ അലയൊലികൾ മറ്റേ സൗത്തിലെ ഇങ്ങ് കേരളം വരെ ഉണ്ടായതായിട്ടാണ് ചെറിയ തോതിലുള്ള കൊച്ചിയിലൊക്കെ രേഖപ്പെടുത്തിയ എർത്ത് അതിന് 1.7 അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതികൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പരിശോധിച്ചാൽ ഒരാഴ്ചക്ക് മുകളിൽ ഡൽഹിയിലൊക്കെ അതിന്റെ നേരത്തെ ഉണ്ടായതിന്റെ ബാക്കി പത്രമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഭൂമിയുടെ ഉള്ളില് കാര്യമായ എന്തോ പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 2-3 മാസമായിട്ട് എർത്ത് പല സ്ഥലത്തും ചെറിയ തോതിൽ 5 പോയിന്റ് സംതിങ്ങിൽ വരുന്ന റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ വളരെയധികം എർത്ത് നമ്മൾ കാണാൻ തുടങ്ങുന്നു. 3, 3.5, 4, 4.5 സർവ്വസാധാരണമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് 8.8 അതിഭീകരമായ ഒരു ഒരു എർത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ കടൽ തീരങ്ങളിൽ താമസിക്കുന്നവർ എപ്പോഴും ഈ എർത്ത് കഴിഞ്ഞാൽ അതിന്റെ സുനാമി ലോകത്തിന്റെ പല ഭാഗത്തേക്കും പസഫിക്കിലും ഇന്ത്യൻ ഓഷ്യനിലും ഒക്കെ വരാം. എവിടെ ഉണ്ടാകുന്ന ആണ് എന്ന് നമുക്ക് കണ്ടെത്താനുള്ള സംവിധാനം അമേരിക്കയിലൊക്കെ ഉണ്ട്. അവര് അപ്പം തന്നെ അത് രേഖപ്പെടുത്തി ലോകത്തിന് വാർണിംഗ് കൊടുത്തു. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന അലയൊലികൾ അല്ലെങ്കിൽ എർത്ത് എഫക്റ്റ് എവിടെയൊക്കെ ഉണ്ടാവും. അത് ന്യൂസിലൻഡിൽ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ജപ്പാനിലും, പിന്നെ റഷ്യയുടെ തീരത്തും, പിന്നെ അലാസ്കയിലോട്ട് പോകുന്നു, പിന്നെ കാനഡയിലോട്ട് പോകുന്നു. കാനഡ കഴിഞ്ഞുള്ള അമേരിക്കയുടെ കാലിഫോർണിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും അതിന്റെ എർത്ത് ഈ എഫക്റ്റ് വന്ന് നമ്മൾ കണ്ടു. ഏതായാലും വളരെ സൂക്ഷിച്ച് ഇനിയുള്ള കാലത്ത് കടൽ തീരത്ത് അധികം വലിയ പട്ടണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അത്ര സുരക്ഷിതമാണോ ഇല്ലയോ എന്ന് നമുക്ക് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അലാസ്കയിലും ഹവായിലും ന്യൂസിലൻഡിലും ഒക്കെ എവാക്വേഷൻ നടക്കുകയാണ്. ഹോണോലുലുവില് ടൂറിസ്റ്റുകൾ ധാരാളം ഹവായി പോകുന്ന ഒരു സ്ഥലമാണ് ഹോണോലുലു. പക്ഷേ അവിടെയുള്ളവർ ടൂറിസ്റ്റുകൾ മുഴുവൻ അതിന്റെ മുകളിലുള്ള കുന്നും പ്രദേശത്ത് അഭയം തേടിക്കഴിഞ്ഞു. ഏതായാലും വാർത്ത വളരെ ഒട്ടേറെ പലരും ഞെട്ടിയിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം മലയാളികളുണ്ട്. വളരെ സുരക്ഷിതമായിട്ട് അവരിങ്ങനെയുള്ള വാർണിംഗ് സമയത്ത് അവിടുന്ന് മാറി താമസിക്കണം. മലയാളിക്ക് ഒരു സൂക്കേടുണ്ട്, ഫേസ് ചെയ്യുക എന്നുള്ള എല്ലാ സ്ഥലങ്ങളും അപകടം വരുത്തി വെക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് കരുതുന്നു.